ഓ പവിത്ര, കഴിഞ്ഞ 2 മാസം മുന്നേ നിങ്ങളല്ലേ സംസ്ഥാന സർക്കാർ പെൻഷൻ കൊടുക്കണമെന്നില്ല എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റ് ന്യൂസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വാർത്തകൾ കൊടുത്തത്? ഇപ്പൊ പെൻഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കൊന്നും മിണ്ടാനില്ലേ? അല്ല, എനിക്കൊന്നും മിണ്ടാനില്ല എന്നല്ല, ഏഷ്യാനെറ്റിനൊന്നും മിണ്ടുന്നില്ല. ഏഷ്യാനെറ്റ് മറ്റു വിവാദത്തിന്റെ കൂടെയാണ്. PG സുരേഷ് കുമാർ എന്ന് പറഞ്ഞ കേരളത്തിലെ ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകനാണ് പെൻഷന്റെ കാര്യങ്ങളെ കുറിച്ച് മൊത്തത്തിലൊരു വാർത്ത തയ്യാറാക്കിയത്. 6 മാസ പെൻഷൻ മുടക്കുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. 6 മാസ പെൻഷൻ നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞു ഓരോ മാസ പെൻഷന്റെ കൂടെയെങ്കിൽ ഈ വർഷം കൊണ്ട് ഏതാണ്ട് പൂർത്തിയാക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞു. എന്ന് വെച്ചാൽ അടുത്ത വർഷം കഴിയുമ്പോൾ കുറച്ചുകൂടി മുഴുവനായിട്ട് കൊടുത്തു തീർക്കും എന്നുള്ളത് വാക്കാണ് പറഞ്ഞത്. വാക്കായിട്ട് പറയുകയും ചെയ്തില്ല. അടുത്ത മാസം തൊട്ട് പെൻഷൻ അനുവദിക്കുകയും ചെയ്തു. അനുവദിക്കുകയും ചെയ്യുമ്പോൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിശ്ചിത തുക 5 ലക്ഷം പേർക്ക് താഴെ കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ 5 ലക്ഷം പേർക്ക് താഴെ, അത് 200, 300 അങ്ങനെയൊക്കെ ഉള്ളൂ. ഇത് കിട്ടാതായിട്ട് 6 മാസമായി. ആരൊന്നും പറയുന്നില്ല, ഒരു മാധ്യമവും എടുത്തു പറയുന്നില്ല. ഒരു മാധ്യമങ്ങളെന്ന് മാത്രമല്ല, സർവ്വസാധാരണമായിട്ട് ഒരു ചെറിയ ഒരു ന്യൂസ് പോലും, അതായത് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ പോലും ആരും തന്നെ ആ 200 രൂപ അല്ലെങ്കിൽ 300 രൂപ കിട്ടാതായി പറയുന്നില്ല. ഇത് ഒന്ന് സാമ്പത്തികമായിട്ട് ഇതുപോലെ ഞെരുക്കി പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ അത് മുടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പ്രകൃതി ദുരന്തങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴാണ് സംസ്ഥാന സർക്കാരിൻ്റെ അത് മുടക്കം വന്നിട്ടുള്ളത്. അതിപ്പോ പൂർണ്ണമായിട്ട് കൊടുക്കുകയാണ് ഈ ഓണക്കാലത്ത്. ദുരന്തം ഉണ്ടായി. ഇവിടെ ഒരു പൈസ കേന്ദ്ര മന്ത്രി സുരേഷ് ഗോപി നമ്മുടെ അവിടെ ഉണ്ട്. നമ്മളൊക്കെ പറഞ്ഞത് എന്താ പറയാ, നമ്മൾ പറയില്ലേ ഭഗവാന്റെ വലതുവശത്ത് സ്ഥാനമുണ്ട് എന്നുള്ളത് കൊണ്ട് എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും വാക്കാണ്. ഇവിടെ മാധ്യമപ്രവർത്തകരെ എന്താ പറയാ മേത്ത് ഇടിക്കാൻ നോക്കിയപ്പോൾ അതിൻ്റെ കൊണ്ട് കേസ് ഡൽഹിയിൽ കൊടുത്തപ്പോൾ എന്നിട്ട് വരുന്ന മാധ്യമപ്രവർത്തകർ ഇദ്ദേഹത്തിനോട് അവിടുന്ന് ഇതൊന്നും പറയില്ലല്ലോ അല്ലോ ആലോചിച്ച് നോക്ക്. അവസ്ഥ ദുരന്തമാണ്. അല്ല, ആ ദുരന്തത്തിന് മുമ്പിൽ ഒരു പൈസ ഇതുവരെ തന്നിട്ടില്ല. അപ്പൊ പറയണു കണക്ക് കൊടുക്കാൻ. മധ്യപ്രദേശില് ത്രിപുരയില് ആരെങ്കിലും കണക്ക് കൊടുത്ത? അവിടെ എന്താണ് കണക്കുള്ള? ആരെങ്കിലും കണക്കുണ്ടോ അവിടെ? ഇവിടെ വ്യക്തമായിട്ടുള്ള കണക്കാണ് അങ്ങോട്ട് കൊടുത്തിട്ടുള്ളത്. അവിടെ നിന്ന് ഒന്നും ഇങ്ങോട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ ഓണക്കാലത്ത് പോലും ഒന്നും തന്നെ തരാതെ കണ്ട് കേന്ദ്രം അവിടെ ഇപ്പോഴും കേന്ദ്രത്തിന് അനുകൂലമായിട്ട് ഇവിടെ ആൾക്കാർ അതിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അതില് പറയേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ മധ്യപ്രദേശിൽ നിന്നല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് പലപ്പോഴും കേൾക്കുന്ന ഒരു വാർത്തയുണ്ട്. ഒരു തുണ്ട് ബീഫ് കൈവശം വെച്ചു, അവനെ വെട്ടിക്കൊന്നു. ഈ പൊതുബോധം നിർമ്മിക്കുന്നത് മാധ്യമങ്ങൾ എന്തിനാണെന്നറിയൂ? ഈ കൈകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാ. എന്ന് വെച്ചാൽ സത്യം പറയാതെ ഇപ്പൊ രാവിലെ തൊട്ടൊരു വാർത്ത തുടങ്ങുകയാണ്. രാവിലെ ഒരു വാർത്ത തുടങ്ങിയ പിന്നെ അന്ന് മുഴുവൻ അതന്നെ വാർത്ത. പിന്നെ ഒരു വാർത്തയില്ല. അന്ന് മാത്രമല്ല 3 ദിവസം അതാണ്. അടുത്തത് വീണ് കിട്ടുന്നത് വരെ അതാണ്. അടുത്തത് വീണ് കിട്ടിയാൽ ഇത് പോയി എന്നുള്ളതാണ് സത്യം. ഇന്ന് രാവിലെ നമ്മുടെ അരുൺകുമാർ ഇല്ലേ, റിപ്പോർട്ടർ ടി വി, അവ ചായയൊക്കെ കുടിച്ചു വന്നിട്ടാണല്ലോ ആള് പറയാ. ഈ ചായ കുടിച്ചു വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഏറ്റവും സിമ്പിളായിട്ട് അവതരിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ തീർത്തും അതില് എന്താ പറയാ റിലാക്സ്ഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം എൻ്റെ നാട്ടിൽ ചില ആളുകളുണ്ട്, ഈ പണ്ടൊക്കെ പുഴയിൽ കുളിക്കുന്ന കാലത്ത് അവിടെ വന്ന് പല്ല് തേക്കും. അവിടെ എന്നെ എന്ന് പറഞ്ഞ പല്ല് തേക്കും എന്ന് പറഞ്ഞാൽ ഇത് എന്തായാലും ശ്രീകണ്ഠൻ നായർ ഒരു കാര്യം ചെയ്യാറുണ്ട്. ശ്രീകണ്ഠൻ നായർ ലൈവ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇടയിലൊരു ചായക്കപ്പ് കൊണ്ടുവരും. കാരണം അത് ലൈവ് അയാൾ അതേപോലെ കണ്ടിന്യൂ ചെയ്യണ കാരണം എന്തോ ആയിക്കോട്ടെ. ഇന്ന് പറയാണ് സത്യം ഒരു നാൾ പുറത്തു വരും. എന്ത് സത്യത്തിന്റെ കാര്യം പറയണത്? എന്താ പറയാ, അഖിൽ മാത്യു കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ള സത്യോ? ഇവര് കൊണ്ടുവന്ന സത്യം, മിടിക്കാത്ത ഹൃദയം എന്ന് പറഞ്ഞ സത്യോ ഒന്നും പറയണില്ല. എന്തായാലും വിശദമായിട്ട് നമുക്ക് ഈ പെൻഷനെ കുറിച്ച് പറയണം. തൽക്കാലം ഇവിടെ നിർത്തുന്നു. മാധ്യമങ്ങളുടെ അജ്ഞത കിട്ടിയവര് പറയണം. എന്തായാലും ഒരു വീഡിയോ ചെയ്യാം. സാധാരണ ജനങ്ങളാണ് ഞങ്ങൾ. ഞാൻ ബിജു പവിത്ര, സന്തോഷ്. നന്ദി, നമസ്കാരം.